സ്കൂളിലെ മാവ് മോഹനകൃഷ്ണൻ കാലടി എഴുതിയ കവിത. സ്കൂളിനരികിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മാവിനെ കുറിച്ചുള്ളതാണ് ഈ കവിത. ഞങ്ങളുടെ സ്കൂളിലുണ്ടൊരു മാവ്, ഞങ്ങളെക്കാളും പഴയൊരു മാവ്. കാലത്ത് ഞങ്ങൾ അണയുന്ന മുൻപേ പാഠമുരുക്കഴിക്കുന്നൊരു മാവ്. ക്ലാസ് മുറിക്കുള്ളിൽ മുഷിഞ്ഞിരിക്കുമ്പോൾ കാറ്റിനോടൊത്ത് കളിക്കുന്ന മാവ്. ഉച്ചയ്ക്കു ഞങ്ങൾ പൊതിയഴിക്കുമ്പോൾ ചുറ്റും തണലു വിരിക്കുന്ന മാവ്. ഞങ്ങൾക്കു മാത്രമായി പൂത്തൊരു മാവ്, ഞങ്ങൾക്കു മാത്രമായി കായ്ച്ചൊരു മാവ്. കാക്കയ്ക്കു മണ്ണാനും നൽകാതെ മാമ്പഴം മൊത്തമായി ഞങ്ങൾക്കു നൽകുന്ന മാവ്. കല്ലെറിഞ്ഞാലോ പിണങ്ങുന്ന മാവ്, കണ്ണെറിയുമ്പോൾ ചിണുങ്ങുന്ന മാവ്. ഞങ്ങൾക്കു കേറി കളിക്കുവാനായി കൊമ്പുകൾ താഴ്ത്തിത്തരുന്നൊരു മാവ്. ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം ഞങ്ങളെക്കാളും പഠിച്ചൊരു മാവ്. ഞങ്ങൾ കളിക്കും കളികളിലെല്ലാം ഞങ്ങളെക്കാളും രസിച്ചൊരു മാവ്. അന്തിക്കു ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന പാവം. അതായത് കവി പറയുകയാണ്, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിനരികിലായിട്ടൊരു മാവുണ്ട്. ആ മാവ് എപ്രകാരമായിരുന്നു നമുക്ക് നോക്കാം. ഞങ്ങളുടെ സ്കൂളിലുണ്ടൊരു മാവ്, ഞങ്ങളെക്കാളും പഴയൊരു മാവ്. ഞങ്ങളെക്കാളും പഴക്കം ചെന്ന പ്രായമുള്ള ഒരു മാവ് ഞങ്ങളുടെ സ്കൂളിനരികിലുണ്ടായിരുന്നു. കാലത്തു ഞങ്ങൾ അണയുന്ന മുൻപേ പാഠമുരുക്കഴിക്കുന്നൊരു മാവ്. അതായത് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പാഠങ്ങളെല്ലാം ആവർത്തിച്ച് വായിക്കുന്ന, ആവർത്തിച്ച് പഠിക്കുന്ന ഒരു മാവുണ്ടായിരുന്നു. ക്ലാസ് മുറിക്കുള്ളിൽ മുഷിഞ്ഞിരിക്കുമ്പോൾ കാറ്റിനോടൊത്ത് കളിക്കുന്ന മാവ്. കുട്ടികൾ ക്ലാസ് മുറിക്കുള്ളിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഈ സമയം മാവ് എന്ത് ചെയ്യുകയായിരിക്കും? കാറ്റിനോടൊത്ത് കളിക്കുകയായിരിക്കും. ഉച്ചയ്ക്കു ഞങ്ങൾ പൊതിയഴിക്കുമ്പോൾ ചുറ്റും തണലു വിരിക്കുന്ന മാവ്. അതായത് ഞങ്ങൾ ചോറുണ്ണാനായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും തണലു വിരിക്കുകയാണ്. അതായത് മാവിന്റെ ചുവട്ടിലിരുന്നാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത്. ഞങ്ങൾക്കു മാത്രമായി പൂത്തൊരു മാവ്, ഞങ്ങൾക്കു മാത്രമായി കായ്ച്ചൊരു മാവ്. ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ആ മാവ് പൂത്തത്, ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ആ മാവ് കായ്ച്ചത്. അതായത് പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ്. കാക്കയ്ക്കു മണ്ണാനും നൽകാതെ മാമ്പഴം മൊത്തമായി ഞങ്ങൾക്കു നൽകുന്ന മാവ്. ഒരു മാമ്പഴം പോലും കാക്കയ്ക്കും അണ്ണാനും ഒന്നും നൽകാതെ കുട്ടികൾക്ക് മാത്രമായിട്ട് നൽകുന്നതാണ് ഈ മാവ്. കല്ലെറിഞ്ഞാലോ പിണങ്ങുന്ന മാവ്, കണ്ണെറിയുമ്പോൾ ചിണുങ്ങുന്ന മാവ്. കല്ലെറിഞ്ഞാൽ ഈ മാവ് പിണങ്ങും. ഇനി കണ്ണെറിയുകയാണെങ്കിലോ, കണ്ണുപെടുകയാണെങ്കിൽ ഈ മാവ് ചിണുങ്ങും. ഞങ്ങൾക്കു കേറി കളിക്കുവാനായി കൊമ്പുകൾ താഴ്ത്തിത്തരുന്നൊരു മാവ്. ഞങ്ങൾക്ക് കളിക്കുവാനായിട്ട് കൊമ്പ് താഴ്ത്തിത്തരുന്ന മാവാണ്. ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം ഞങ്ങളെക്കാളും പഠിച്ചൊരു മാവ്. അതായത് കുട്ടികൾ പഠിക്കുന്ന എല്ലാ പാഠങ്ങളും കേട്ട് കേട്ട് മാവ് അതിനേക്കാൾ കൂടുതൽ പഠിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കളിക്കും കളികളിലെല്ലാം ഞങ്ങളെക്കാളും രസിച്ചൊരു മാവ്. കുട്ടികൾ കളിക്കുന്ന കളികളിലെല്ലാം കുട്ടികളെക്കാളും കൂടുതൽ രസിച്ചിരിക്കുന്ന മാവാണിത്. അന്തിക്കു ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന പാവം. സന്ധ്യയാകുമ്പോൾ കുട്ടികളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഈ പാവപ്പെട്ട മാവ് എന്ത് ചെയ്യുകയാണ്? കണ്ണീരൊലിപ്പിച്ചു നിൽക്കുകയാണ്. അതായത് കുട്ടികൾക്കൊപ്പം കളിക്കുകയും ചിരിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്ത മാവ് കുട്ടികൾ പോകുമ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.